السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, ഒരു വലിയ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ തൻ്റെ കച്ചവടത്തിൻ്റെ കണക്കുകളോ അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളോ ഒട്ടും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ അയാളെക്കുറിച്ച് നമ്മൾ എന്തു പറയും? എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജീവിതം അത് വരാനിരിക്കുന്ന വലിയ ഒരു വിചാരണക്ക് വിധേയമാകേണ്ടതാണ്. ഈ ജീവിതമാകട്ടെ ഒരു കച്ചവടം പോലെയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, കുല്ലു നാസി യഗ്ദു ഫബായിഉ നഫ്സഹ ഫമുഅ്തിഖുഹാ ഔ മുബിഖുഹാ. കുല്ലു നാസി യഗ്ദു, ഓരോരുത്തരും അതാ രാവിലെ പുറപ്പെടുന്നു. ഫബായിഉ നഫ്സഹ, എന്നിട്ട് അവൻ സ്വന്തത്തെ വിൽക്കുന്നു. ഫമുഅ്തിഖുഹാ ഔ മുബിഖുഹാ, അങ്ങനെ വിറ്റുകൊണ്ട് അതിനെ മോചിപ്പിക്കുന്നവനുണ്ട്, അതിനെ നശിപ്പിച്ച് തുലച്ചു കളയുന്നവനുമുണ്ട്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമുക്ക് പലരോടും ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളിൽ വലിയ ബാധ്യതയാണ് അവനവനോട്, സ്വന്തം നഫ്സിനോട്, സ്വദേഹത്തോടുള്ള ബാധ്യത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലിനഫ്സിക അലൈക ഹഖ, നിനക്ക് നിൻ്റെ നഫ്സിനോട് ബാധ്യതയുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം അതിനെ വിചാരണ നടത്തേണ്ടതുണ്ട്. അതിൻ്റെ കണക്കുകൾ ഇടയ്ക്കിടയ്ക്കെടുത്തു പരിശോധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ സ്വന്തത്തെ നഷ്ടപ്പെട്ട് നരകത്തിൽ കിടന്നെരിയുന്നവരിൽ നാൾ മുൾപ്പെട്ടു പോകും. വലഇയാദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ, റബ്ബ് പറഞ്ഞത്, വൽവസ്നു യൗമഇദിനിൽ ഹഖ് ഫമൻ ഥഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ. വൽവസ്നു യൗമഇദിനിൽ ഹഖ്, ആ ദിവസത്തെ തുലാസും അതിലെ തൂക്കി നോക്കലുമെല്ലാം സത്യമാണ്. ഫമൻ ഥഖുലത് മവാസീനുഹു, അന്ന് ആരുടെ നന്മയുടെ തുലാസുകളാണോ ഭാരമേറിയത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരായിരിക്കും വിജയിക്കുന്നവർ. വമൻ ഖഫ്ഫത് മവാസീനുഹു, ആരുടെ നന്മയുടെ തുലാസുകളാണോ ഭാരം കുറഞ്ഞുപോയത്, ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും, അവരാണ് സ്വന്തം നഫ്സിനെ നഷ്ടപ്പെട്ടു പോയവർ, സ്വദേഹത്തെ നഷ്ടപ്പെട്ടു പോയവർ. സുബ്ഹാനല്ലാഹ്, കാരണം അവർക്ക് ദുനിയാവിൽ അവരുടെ നഫ്സിനൊരു വിലയും അവർ യഥാർത്ഥത്തിൽ നൽകിയിട്ടില്ലായിരുന്നു. നിനക്ക് നല്ല വില, എന്തെങ്കിലും ഒരു വില നൽകുന്നുണ്ടോ? നീ നിന്റെ സ്വന്തത്തിന് ഒരു വില കൽപ്പിക്കുന്നുണ്ടോ? എങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക. ആ നഫ്സിനെ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാവുന്ന വഴികളിൽ നീ പിടിച്ചു നിർത്തുക, അതിലേക്ക് മാത്രം അതിനെ സഞ്ചരിപ്പിക്കുക. അല്ലെങ്കിൽ എന്തു സംഭവിക്കും? ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും
ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ. അവരാണ് സ്വന്തത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞവർ. നമ്മുടെ ആയത്തുകളെ അവർ അതിനോട് അതിക്രമം പ്രവർത്തിച്ചുകൊണ്ട് ആ ആയത്തുകൾ അവർ നിഷേധിച്ച് തള്ളിയത് കാരണത്താൽ അങ്ങനെയുള്ളവരാണ് നാളെ പരലോകത്ത് അവനവനെ ഓർത്ത് വിലപിക്കുക. അൻ തഖൂല നഫ്സു യാ ഹസ്റതാ അലാ മാ ഫറത്തു ഫി ജംബില്ലാഹ് വഇൻ കുൻതു ലമിന സ്സാഖിരീൻ. നാളെ പരലോകത്ത് അങ്ങനെയുള്ളവർ പറയും, യാ ഹസ്റതാ അലാ മാ ഫറത്തു ഫി ജംബില്ലാഹ്, അല്ലാഹുവിൻ്റെ കൽപ്പനകളുടെ കാര്യത്തിൽ എത്രമാത്രം വലിയ വീഴ്ചയാണ് ഞാൻ വരുത്തിയത്, എൻ്റെ നഷ്ടം എത്ര വലിയ നഷ്ടമാണ് എന്നവർ പറയും. വലഇയാദു ബില്ലാഹ്. യാ ഹസ്റത അലാ മാ ഫറത്തു ഫി ജംബില്ലാഹ് വഇൻ കുൻതു ലമിന സ്സാഖിരീൻ. ഞാൻ പരലോകത്തെ വിചാരണ നേരിടേണ്ടി വരുന്നതിനെല്ലാം പരിഹസിച്ചവരുടെ കൂട്ടത്തിലായിപ്പോയി. ഇങ്ങനെ വിലപിക്കുന്നവരിൽ പ്രിയമുള്ളവരെ നമ്മൾ ഉൾപ്പെട്ടു പോകാതിരിക്കാൻ എന്തു ചെയ്യുക? അവനവനെ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രത്യേകതയാണ് അത് ലവ്വാമത്താണ് എന്നത്. അള്ളാഹു അങ്ങനെയുള്ള നഫ്സിനെ സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നു. വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ, കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നഫ്സ് തന്നെ സത്യമെന്ന്. എന്താണ് നഫ്സിൻ്റെ കുറ്റപ്പെടുത്തൽ? ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ള താബിഈകൾ പറഞ്ഞത് കാണാം, നന്മകൾ നേടിയെടുക്കാതിരുന്നാൽ, ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ ഒരുവൻ്റെ മനസ്സവനോട് പറയും, എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല? ഉപദ്രവകരമായ കാര്യങ്ങൾ ചെയ്താൽ അവൻ്റെ മനസ്സ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്തിനാണ് നീ അത് ചെയ്തത്? എന്തുകൊണ്ട് ചെയ്തില്ല? എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്തു? എന്നിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന മനസ്സുണ്ട് നമുക്ക്. എങ്കിൽ പ്രിയമുള്ളവരെ, അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിലായിരിക്കട്ടെ. അവനവനെക്കുറിച്ച് ചിന്തിക്കുക, ആത്മവിചാരണ നടത്തിക്കൊള്ളുക. കാരണം അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അള്ളാഹുവിൻ്റെ അമറാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, അല്ലാഹുവിലും അവൻ്റെ ദീനിലും വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, ഓരോ നഫ്സും ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ, ആലോചിക്കട്ടെ. മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി അവൻ എന്താണ് മുന്നൊരുക്കി വെച്ചിട്ടുള്ളത്? എന്തുണ്ട് എൻ്റെ കയ്യിൽ? അള്ളാഹുവിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കേണ്ട ആ നാളിൽ അവന് മുന്നിൽ എന്താണ് എൻ്റെ കയ്യിലുള്ളത്? അവൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്? വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് റബ്ബ്. വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്, അള്ളാഹുവിനെ വിസ്മരിച്ചു കളഞ്ഞവരെ പോലെ, അള്ളാഹുവിനെ തീർത്തും മറന്നു കളഞ്ഞവരെ പോലെ നിങ്ങളായിപ്പോകരുത്. ഫഅൻസാഹും അൻഫുസഹും, അള്ളാഹുവിനെ മറന്നപ്പോൾ അള്ളാഹു അവരെ തന്നെ മറപ്പിച്ചു കളഞ്ഞു. എനിക്ക് ഉപകാരമേകുന്ന കാര്യങ്ങളേത്, എന്നെ വിജയത്തിലേക്ക് നയിക്കുന്ന കാര്യമേത് എന്നവന് ഓർമ്മയില്ലാതായിപ്പോയി. അപകടം പിടിച്ച വഴികളിലൂടെ അവൻ സഞ്ചരിച്ചു പോയി. കാരണം അള്ളാഹു അവൻ്റെ നന്മകളെക്കുറിച്ച് തന്നെ മറപ്പിച്ചു കളഞ്ഞു. ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവനാണ് അങ്ങേയറ്റം അധർമ്മങ്ങളിൽ ആണ്ടുപോയവർ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ. അതുകൊണ്ട് നോക്കൂ, ഈ ആയത്ത് സൂറത്തു അൽ ഹശ്റിലെ 18-ാമത്തെ ഈ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ എന്ന ആയത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അത് മുഹാസബത്തുൻ നഫ്സ്, ആത്മവിചാരണ പഠിപ്പിക്കുന്ന ആയത്താണ്. അതിൻ്റെ അടിസ്ഥാനപരമായ തെളിവാണ് ഈ ആയത്ത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. മുഅ്മിൻ അങ്ങനെയുള്ളവനാണ് യഥാർത്ഥത്തിൽ. അവൻ തന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നവനാണ്. അവൻ ആളുകളിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുൻപ് തന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നവനാണ്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ വഇഖ്വാനുഹും യമുദ്ദൂനഹും ഫിൽ ഗയ്യ് സുമ്മ ലാ യുഖ്സിറൂൻ. നോക്കൂ, അല്ലാഹു പറഞ്ഞത് ഇന്നല്ലദീന തഖൗ, അല്ലാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കുന്നവരാരോ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാൻ, പിശാചിൽ നിന്ന് അവന് വല്ല ദുഷ്പ്രേരണയോ അല്ലെങ്കിൽ തിന്മകളിലേക്കുള്ള ചായ്വോ തോന്നിയാൽ തദക്കറൂ, അവൻ ഓർമ്മ വരും, അവൻ ഓർക്കും. ഫഇദാ ഹും മുബ്സിറൂൻ, അപ്പോഴത് അവൻ കാഴ്ച ഉള്ളവനാകുന്നു.
അവൻ പിശാചിൻ്റെ വലയിൽ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാൽ പിശാചിൻ്റെ മിത്രമായി പോയവൻ്റെ സ്ഥിതി എന്തായിരിക്കും? അതാണ് അല്ലാഹു അടുത്ത ആയത്തിൽ പറഞ്ഞത്, വഇഖ്വാനുഹും യമുദ്ദൂനഹും ഫിൽ ഗയ്യി സുമ്മ ലാ യുഖ്സിറൂൻ. പിശാചിൻ്റെ സഹോദരങ്ങളായി പോയാൽ ആ പിശാചുക്കൾ അവനെ തിന്മകളിലേക്ക് നയിച്ചുകൊണ്ടേയിരിക്കും. തിന്മയുടെ വൃത്തികേടിൻ്റെ വഴികൾ അവനൊരു പ്രയാസമായി തോന്നുകയില്ല, അതിലേക്ക് പോകാൻ അവനൊരു മടി തോന്നുകയില്ല, അതിലവനൊരു കുറവും വരുത്തുകയില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഒടുവിൽ പരിപൂർണമായ നാശത്തിൽ അവൻ അകപ്പെട്ടു പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിൻ അവൻ ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ, ആളുകൾ അവൻ്റെ തെറ്റുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയാൽ ബോധം വരുന്നവനാണ്. ഇത്തഖില്ലാഹ്, അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക എന്നവനോട് പറയുന്നത് ഒരു ചെറിയ കുട്ടിയാണ് എങ്കിൽ പോലും അവൻ്റെ തെറ്റിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് ചെറിയ പ്രായമുള്ളവരോ അല്ലെങ്കിൽ അവൻ്റെ അത്ര പണമില്ലാത്തവരോ സ്ഥാനമില്ലാത്തവരോ ആണെങ്കിൽ കൂടി അവൻ ഞെട്ടി ഉണരുന്നതാണ്. ഇത്തഖില്ലാഹ്, അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക എന്ന വാക്ക് മുഅ്മിനിൻ്റെ ഹൃദയം അതിനെ വിറപ്പിച്ച് കളയുന്ന വാക്കാണ്. കാരണം മുഅ്മിനുകളുടെ സ്വഭാവമാണ്, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയം നടുങ്ങും, അവർ അള്ളാഹുവിനെക്കുറിച്ച് ഭയമുള്ളവരായിരിക്കും. ഇതായിരിക്കണം സഹോദരങ്ങളെ മുഅ്മിനുകളുടെ സ്വഭാവം. എങ്ങനെയാണ് പ്രിയമുള്ളവരെ മുഹാസബത്തുൻ നഫ്സ് നടത്തേണ്ടത്? എങ്ങനെയാണ് ആത്മവിചാരണ നടത്തേണ്ടത്? മൈമൂൻ ഇബ്നു മെഹ്റാൻ റഹിമഹുല്ലാ എന്ന മഹാനായ താബിഈ അദ്ദേഹം പറഞ്ഞത് കാണാം, നിന്റെ ഒരു കൂട്ടുകച്ചവടക്കാരൻ പിശുക്കനായ, സമ്പത്തിനെക്കുറിച്ച് സ്വത്തിനെക്കുറിച്ചൊക്കെ നല്ല ബോധമുള്ള, കിട്ടേണ്ടതൊക്കെ ചോദിച്ചു വാങ്ങുന്ന, അവകാശങ്ങളൊക്കെ നേടിയെടുക്കുന്ന, അന്യായമായി അല്ലെങ്കിൽ വെറുതെ പണം തുലക്കാത്ത ഒരു കൂട്ടുകച്ചവടക്കാരൻ തൻ്റെ കൂട്ടുകച്ചവടക്കാരൻ്റെ കണക്ക് നോക്കുന്നത് പോലെ അങ്ങനെ നോക്കണം നീ നിൻ്റെ കണക്ക്, അങ്ങനെ നീ നിൻ്റെ വിചാരണ നടത്തണം. അതല്ലാതെ സ്വന്തം മക്കളെ, അവരോട് വലിയ വാത്സല്യമുള്ള ഒരു ഉമ്മ അവരുടെ കണക്കുകൾ പോട്ടേന്ന് വെക്കുന്നത് പോലെ, അവരുടെ കാര്യങ്ങളിൽ അലംഭാവം കാണിക്കുന്നത് പോലെ അങ്ങനെയല്ല നീ നിന്നെ വിചാരണ നടത്തേണ്ടത്. നീ ആത്മവിചാരണ നടത്തേണ്ടത് നിൻ്റെ കച്ചവടത്തിൽ ഇതുപോലെ കണിശക്കാരനായ ഒരു കൂട്ടുകച്ചവടക്കാരനുണ്ട്. അവൻ എങ്ങനെയാണ് മറ്റേയാളുടെ കണക്ക് നോക്കുന്നത്, അതുപോലെ പ്രിയമുള്ളവരെ നോക്കണമെന്നാണ്. മുഹാസബത്ത് പ്രവർത്തനത്തിനു മുൻപും അമലിന് മുൻപും അമലിന് ശേഷവും വേണമെന്നാണ്. സുബ്ഹാനല്ലാഹ്, പ്രവർത്തിക്കുന്നതിന് മുൻപ്, പറയുന്നതിന് മുൻപ്, ചെയ്യുന്നതിന് മുൻപ് നീ ആലോചിക്കണം, ഇത് ശരിയാണോ തെറ്റാണോ, അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കാണോ ഇതെന്നെ നയിക്കുക, അതല്ല അള്ളാഹുവിൻ്റെ കോപത്തിലേക്കും അവൻ്റെ ശാപത്തിലേക്കുമാണോ എന്ന് ചിന്തിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വിചാരണ നടത്തുക. ഏത് കാര്യത്തെക്കുറിച്ചാണ് വിചാരണ തുടങ്ങേണ്ടത്? ആദ്യം വിചാരണ നടത്തേണ്ടത് അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങളെക്കുറിച്ചാണ്. അവൻ നിർബന്ധമാക്കിയ കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം വിചാരണ. നിസ്കാരം പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അവ്വലു മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു ഫഇൻ സ്വലഹത് ഫഖദ് അഫ്ലഹ വഅൻജഹ് വഇൻ ഫസദത് ഖാബ വഖസിർ. നാളെ പരലോകത്ത് ഒരു മുഅ്മിൻ, അള്ളാഹുവിൻ്റെ അടിമ, അവൻ്റെ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുക നിസ്കാരത്തെക്കുറിച്ചാണ്, അവൻ്റെ നിസ്കാരത്തെക്കുറിച്ചാണ്. അത് നന്നായാൽ, അത് ശരിയായാൽ ബാക്കിയെല്ലാം അവൻ വിജയിച്ചിരിക്കുന്നു. അതെങ്ങാനും മോശമായി പോയാൽ അവൻ തുലഞ്ഞുപോയിരിക്കുന്നു. അതുകൊണ്ട് ആദ്യം വിചാരണ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ ആദ്യം സ്വയം വിചാരണ നടത്തുക. അതിനുശേഷം ഹറാമുകളെക്കുറിച്ച്, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ ഞാൻ വീണുപോയോ, ഞാൻ ആ ചെയ്ത പ്രവർത്തനം ശരിയാണോ, ഞാൻ ആ പറഞ്ഞ വാക്ക് ശരിയാണോ, എൻ്റെ കണ്ണുകൾ അള്ളാഹു വിലക്കിയിടത്തേക്ക്, നോക്കാൻ പാടില്ലാത്ത ഇടത്തേക്ക് എൻ്റെ കണ്ണുകൾ പോയോ, എൻ്റെ നാവുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടമല്ലാത്തത് ഞാൻ സംസാരിച്ചുവോ, എൻ്റെ സമ്പാദ്യമാർഗങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യം ഹലാലാണോ, ആളുകൾക്ക് ഞാൻ നൽകേണ്ട അവകാശങ്ങളിൽ ഞാൻ എവിടെ നിൽക്കുന്നു, എൻ്റെ മാതാപിതാക്കളോട്, മക്കളോട്, സഹോദരങ്ങളോട്, അയൽവാസികളോട് ഞാൻ എങ്ങനെയാണ്. ഇങ്ങനെ സ്വയം കണിശമായ വിചാരണ നടത്തുകയാണ് നമ്മൾ ഓരോരുത്തരും പ്രിയമുള്ളവരെ ചെയ്യേണ്ടത്. പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, വാക്കുകളിൽ പോലും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് അബൂബക്കർ സിദ്ദീഖ് തൻ്റെ നാവ് പിടിച്ചു വലിക്കുന്നു, സ്വന്തം നാവ് ഇങ്ങനെ പിടിച്ചു വലിക്കുന്നു. ഉമർ പറഞ്ഞു, എന്താണ് താങ്കൾ ഈ ചെയ്യുന്നത്?
അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹാദല്ലദീ ഔറദനിൽ മവാരിദ്, ഇതാണ്, ഈ അവയവമാണ് എല്ലാവിധ നാശവും എനിക്ക് വരുത്തി വച്ചത്. യാ സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, നമ്മുടെ മുൻഗാമികൾ ഇങ്ങനെ ഉള്ളവരായിരുന്നു. അതാണ് സ്വയം വിചാരണ നടത്തുക, ആത്മവിചാരണ നടത്തുക എന്ന് പറഞ്ഞാൽ, അവരവൻ്റെ തെറ്റുകളെക്കുറിച്ച് ആലോചിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ഒരുവൻ്റെ നന്മയും തഖ്വയും എത്രമാത്രം വർദ്ധിക്കുന്നുവോ അത്രമാത്രം അവൻ ആത്മവിചാരണ നടത്തുന്നവനായിരിക്കും. അവൻ സ്വന്തത്തെ കുറച്ച് കാണുന്നവനായിരിക്കും. അത്രത്തോളം അവൻ വീണ്ടും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനായിരിക്കും. നോക്കൂ നിങ്ങൾ, ഇത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് 2 തവണ പറഞ്ഞതിൻ്റെ നടുവിലാണ് എന്തു പറഞ്ഞിട്ടുള്ളത്? വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തു വെച്ചത് എന്ന് നോക്കിക്കൊള്ളട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈ ആത്മവിചാരണക്ക് ഒരുപാട് സൽഫലങ്ങളുണ്ട്. വലിയ നല്ല ഫലങ്ങളാണ് മുഹാസബത്ത് നടത്തുന്നവർക്കുള്ളത്. ഒന്നാമത്തെ സൽഫലമാണ്, ഒരാൾ സ്വന്തം തെറ്റുകളെക്കുറിച്ച് ഓർത്ത് അതിൽ വ്യാപൃതനാകും. അങ്ങനെ ചെയ്താൽ ഒരാൾ വിജയിച്ചു എന്നാണ്. ആളുകളുടെ അബദ്ധങ്ങളെക്കുറിച്ചും അവരുടെ ന്യൂനതകളെക്കുറിച്ചും നീ തലപുകക്കാതെ നിന്റെ തെറ്റുകളെക്കുറിച്ച് തിന്മകളെക്കുറിച്ച് നീ തലപുകക്കുക എന്നത് വിജയത്തിൻ്റെ അടയാളമാണ്. അതേസമയം സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കാതെ മറ്റുള്ളവരുടെ ന്യൂനതകൾ മാത്രം അന്വേഷിച്ച് നടക്കുന്നവൻ നാശത്തിൻ്റെ വഴിയിലാണ്. വലയ്യാദു ബില്ലാഹ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, സ്വന്തം അബദ്ധങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരിക, നമുക്ക് അറിയിച്ചു തരിക, നമുക്ക് മനസ്സിലാക്കി തരിക അറിവാണ്. മതപരമായ വിജ്ഞാനമില്ലാത്തവന്, ഖുർആനും സുന്നത്തും അറിയാത്തവൻ, അതിൻ്റെ വിധിവിലക്കുകൾ അറിയാത്തവൻ എങ്ങനെ സ്വന്തം തെറ്റുകൾ തിരിച്ചറിയാൻ സാധിക്കും? അതുകൊണ്ട് അറിവിൻ്റെ ഇൽമിൻ്റെ മജ്ലിസുകൾ അത് നിന്നെ മുഹാസബത്തിലേക്ക്, ആത്മവിചാരണയിലേക്ക് നയിക്കും. അശ്രദ്ധയുടെ, അതുപോലെ വൃത്തികേടുകളുടെ, തിന്മകളുടെ മജ്ലിസുകൾ, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അങ്ങനെയുള്ള ഇടങ്ങൾ നിന്നെ അശ്രദ്ധയിലേക്കാണ് നയിക്കുക. അവരൊരിക്കലും നിന്നെക്കുറിച്ച് ആലോചിക്കാൻ പറഞ്ഞു തരികയില്ല. അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ചെന്നാൽ നിന്നെക്കാൾ മോശക്കാരരായ ആളുകളെയാണ് നീ കാണുക. നല്ല ആളുകളുമായി കൂട്ടുകൂടുകയും നന്മ പഠിക്കുകയും ചെയ്താലാണ് ഒരാൾക്ക് മുഹാസബത്തുൻ നഫ്സ്, സ്വന്തത്തെ വിചാരണ ചെയ്യാൻ സാധിക്കുക. അവനവൻ്റെ തെറ്റുകൾ അപ്പോഴാണ് മനസ്സിലാക്കുക. ആളുകൾ മനസ്സിലാക്കുക. ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ തെറ്റുകളെക്കുറിച്ച് ബോധവാനാണ് എന്നാണ്. അല്ല സഹോദരങ്ങളെ, പലരുമല്ല. നമ്മുടെ പല തെറ്റുകളെക്കുറിച്ചും നമുക്കറിയില്ല, നമുക്ക് ബോധമില്ല. പലരും പറഞ്ഞു തരുമ്പോൾ മാത്രമേ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ചിലരൊക്കെ സ്വന്തം കുറ്റം ചില സന്ദർഭത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആളാണ്, നന്മകളൊന്നും തീരെ ഇല്ലാത്ത ആളാണ് എന്ന് സ്വന്തത്തെക്കുറിച്ച് പറയും. പക്ഷെ അതിലൂടെ അവൻ വിചാരിക്കുന്നത് ഞാൻ വലിയ വിനയമുള്ള ആളാണ്, തെറ്റുകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുന്ന ആളാണ്. അല്ല, നീ അങ്ങനെ നാവുകൊണ്ട് നിന്റെ കുറ്റം പറഞ്ഞതുകൊണ്ട് മാത്രം നീ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ഒരുപക്ഷെ പിശാച് നിന്നെക്കുറിച്ച് നീ വിനയമുള്ള ആളാണ് എന്ന് അതിലൂടെ തോന്നിപ്പിക്കുകയാവാം. മറ്റുള്ളവർ നിന്റെ തെറ്റുകൾ തിരുത്തി തന്നാൽ ഇത് ഹറാമാണ്, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു തന്നാൽ നിന്റെ നിലപാടെന്താണ്? ആ സമയത്ത് ആ വിനയവും താഴ്മയും ഒക്കെ കാണാനുണ്ടോ? തിരുത്താനുള്ള ഭാവമുണ്ടോ? അവിടെയാണ് സഹോദരങ്ങളെ ചിന്തിക്കേണ്ടത്. അവിടെ ആലോചിക്കുക, സ്വന്തം തെറ്റുകളെക്കുറിച്ച് ആലോചിക്കുക എന്നത് മുഹാസബത്തുൻ നഫ്സിൻ്റെ സൽഫലങ്ങളിലൊന്നാണ്. മറ്റൊന്ന് വലിയ അതിൻ്റെ സൽഫലമാണ് ആത്മവിചാരണ ഒരാളെ തൗബയിലേക്ക് നയിക്കും. അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങാൻ ഒരുവന് സാധിക്കും. തെറ്റുകളെക്കുറിച്ച് അറിഞ്ഞവനാണ് അതിൽ നിന്ന് തൗബ ചെയ്യുക. തെറ്റുകളെക്കുറിച്ച് അറിഞ്ഞാലാണ് തൗബ ചെയ്യാൻ സാധിക്കുക. അതിന് സഹോദരങ്ങളെ ഇവിടെ മാത്രമേ അവസരമുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, യാ ഇബാദി ഇന്നമാ ഹിയ അഅമാലുക്കും ഉഹ്സിഹാ ലക്കും ثم أوفيكم إياها فمن وجد خيرا فليحمدillah ومن وجد غير ذلك فلا يلومن إلا نفسه. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അതുമാത്രം, അതാണ് പരിപൂർണമായി ഞാൻ നിങ്ങൾക്ക് പ്രതിഫലമായി നൽകുക. അങ്ങനെ നാളെ പരലോകത്ത് സ്വന്തം പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം ലഭിച്ചാൽ, നന്മയാണ് ലഭിച്ചതെങ്കിൽ ഫലിയഹ്മദില്ലാഹ്, അവർ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ. അതല്ല, മോശമായ പ്രതിഫലമാണ്, ശിക്ഷയാണ് അവന് ലഭിക്കുന്നതെങ്കിൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹ്, സ്വന്തത്തെ അല്ലാതെ അവൻ മറ്റാരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നമ്മൾ സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞാൽ നമുക്ക് തിരുത്താനുള്ള ഒരവസരമുണ്ട്.
സ്വന്തത്തെ കുറ്റപ്പെടുത്തുകയല്ല, മറിച്ച് അത് തിരുത്താൻ നമുക്ക് അവസരമുണ്ടാകും. പരലോകത്ത് അത് ഉണ്ടാവുകയില്ല. നീ നിൻ്റെ അമലുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നന്മയാണോ കാണുന്നത്, ഖൈറാണോ കാണുന്നത്, അള്ളാഹുവിനെ സ്തുതിക്കാനും അത് വർദ്ധിപ്പിക്കാനും സാധിക്കും. പരലോകത്താകട്ടെ അതിനവസരമില്ല. ഈ നന്മ നോക്കൂ നിങ്ങൾ, മുഹാസബത്തിൻ്റെ വലിയ നന്മകളിൽ ഒന്നാണ്. അതല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പ്രസിദ്ധമായ വാക്കിലുള്ളത്, ഹാസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാസിബു അൻഫുസകും, നിങ്ങൾ നിങ്ങളെ വിചാരണ നടത്തുക, ആത്മവിചാരണ നടത്തുക. ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുൻപ്, പരലോക വിചാരണ വരുന്നതിന് മുൻപ്. വസിനു ഖബ്ല അൻ തുസനു, നിങ്ങൾ നിങ്ങളെ തൂക്കി നോക്കുക, നിങ്ങൾ തൂക്കപ്പെടുന്നതിന് മുൻപ്, നിങ്ങളുടെ തൂക്കമെടുക്കുന്നതിന് മുൻപ് നാളെ പരലോകത്ത്. വതസയ്യനു ലിൽ അർദിൽ അക്ബർ, ആ വലിയ പ്രദർശനത്തിനു വേണ്ടി നിങ്ങൾ അണിഞ്ഞൊരുങ്ങിക്കൊള്ളുക. അള്ളാഹുവിൻ്റെ മുന്നിൽ അമലുകൾ പ്രദർശിപ്പിക്കപ്പെടുന്ന ലോകരെല്ലാം ഞാനും നിങ്ങളും ചെയ്തത് കണ്ടുകൊണ്ടിരിക്കുന്ന ആ നാൾ വരുന്നതിന് മുൻപ് ഇവിടെ വെച്ച് സഹോദരങ്ങളെ അവനവനെക്കുറിച്ച് ആലോചിക്കുക, സ്വന്തത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കുക. മുഹാസബത്തിൻ്റെ മൂന്നാമത്തെ വലിയ പ്രയോജനം എന്നത് അള്ളാഹുവിൻ്റെ ബാധ്യത നീ തിരിച്ചറിയുമെന്നാണ്. അള്ളാഹുവിനോടുള്ള നിൻ്റെ ബാധ്യത നീ തിരിച്ചറിയും. അതെത്ര വലുതാണ്, അതേക്കുറിച്ചുള്ള ബോധം നിനക്കുണ്ടാകും. റബ്ബിൻ്റെ മുന്നിൽ സ്വന്തം തെറ്റുകളെ ഓർത്ത് താണു കേണ് കൽബ് നുറുങ്ങിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കാൻ നിനക്ക് സാധിക്കും. സ്വന്തം തെറ്റുകളെക്കുറിച്ച് ആലോചിച്ചാലാണ് ഒരാൾ താണു കേണുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുക. അങ്ങനെ അള്ളാഹുവിനോട് തേടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അവരുടെ ആ ഏങ്ങൽ അള്ളാഹുവിങ്കൽ അതിന് വലിയ വിലയുണ്ട്. അങ്ങനെ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കാൻ സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അഞ്ചാമത്തെ വലിയ പ്രയോജനം, മുഹാസബത്ത് നടത്തിയാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം, അവൻ്റെ ഔദാര്യം എത്ര വലുതാണെന്ന് നിനക്ക് ഓർമ്മ വരും. കാരണം ഇത്രയെല്ലാം വീഴ്ച ഞാൻ വരുത്തിയിട്ടും, ഇത്രയെല്ലാം തിന്മകൾ എന്നിൽ ഉണ്ടായിട്ടും അള്ളാഹു എന്നെ ഉടനടി ശിക്ഷിച്ചില്ലല്ലോ. അവൻ എനിക്ക് എത്രയാണ് സമയം നീട്ടി തന്നത്, എത്രയാണ് അവൻ എനിക്ക് അവസരം നൽകിയത് എന്ന് ആലോചിക്കാൻ അള്ളാഹുവിൻ്റെ കറമിനെ കുറിച്ച്, അവൻ്റെ ഔദാര്യത്തെക്കുറിച്ച് ആലോചിക്കാനും നന്ദി കാണിക്കാനും സാധിക്കും. മറ്റൊരു പ്രയോജനം, അഹങ്കാരമില്ലാത്തവനായിത്തീരും. ഒരുവൻ തൻ്റെ തിന്മകളെക്കുറിച്ച് ബോധവാനല്ലെങ്കിൽ, തൻ്റെ വീഴ്ചകളെക്കുറിച്ച് അവന് ആലോചനയില്ലെങ്കിൽ അവൻ അഹങ്കാരിയായിത്തീരും. എന്നെക്കാളും നല്ല മറ്റാരാണുള്ളത് എന്നവൻ ആലോചിക്കും. അടുത്ത വലിയ പ്രയോജനം, മുഹാസബത്തിൻ്റെ വലിയ പ്രയോജനം, സ്വന്തത്തെ നീ ഇവിടെ വിചാരണ നടത്തിയാൽ, അതിനനുസരിച്ച് നിൻ്റെ ജീവിതം നന്നാക്കിയാൽ നിൻ്റെ പരലോക വിചാരണ എളുപ്പമായി തീരും. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, അൽ മുഅ്മിനു ഖവ്വാമുൻ അലാ നഫ്സിഹി യുഹാസിബുഹാ ലില്ലാഹ്. ഒരു മുഅ്മിൻ തൻ്റെ നഫ്സിനെ നയിക്കുന്നവനാണ്, അതിനെ നിയന്ത്രണത്തിലാക്കുന്നവനാണ്, അള്ളാഹുവിന് വേണ്ടി അതിനെ വിചാരണ നടത്തുന്നവനാണ്. വഇന്നമാ ഖഫൽ ഹിസാബു അലാ ഖൗമിൻ ഹാസബു അൻഫുസഹും ഫി ദുനിയാ, ദുനിയാവിൽ ആത്മവിചാരണ നടത്തിയവർക്കാണ് പരലോക വിചാരണ എളുപ്പമാവുക. വശഖൽ ഹിസാബു അലാ ഖൗമിൻ അഖദു ഹാദൽ അംറ മിൻ ഗൈരി മുഹാസബ, ഈ ജീവിതം ഒരു വിചാരണയുമില്ലാതെ, ആത്മവിചാരണയുമില്ലാതെ മുന്നോട്ട് പോയവരാരോ അവർക്കാണ് പരലോകത്തെ ഹിസാബ് കടുപ്പമേറിയതായി തീരുക. നസറുല്ലാഹൽ ആഫിയ വസ്സലാമ. അള്ളാഹു നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. പ്രിയമുള്ളവരെ, മുഹാസബത്തുൻ നഫ്സ്, ആത്മവിചാരണ ഒരാൾ നടത്താതിരുന്നാൽ അയാൾക്ക് ബാധിക്കാവുന്ന ഒരുപാട് അപകടങ്ങളും പ്രയാസങ്ങളുമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മുഹാസബത്തിൻ്റെ പ്രയോജനങ്ങൾ എന്താണോ അവയുടെ നേരെ എതിർവശങ്ങളിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. അതാണ് ഒരാൾ ആത്മവിചാരണ നടത്താതിരുന്നാലുള്ള അവർ ബാധിച്ചേക്കാവുന്ന അപകടങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടതാണ്, ഒരാൾ തൗബ മറന്നുപോകും. അള്ളാഹുവിനോട് പാപമോചനം തേടാനും അവനിലേക്ക് ഖേദിച്ചു മടങ്ങാനും അവന് ചിന്തയുണ്ടാവുകയില്ല. സ്വന്തത്തെക്കുറിച്ച് അവൻ ഇടയ്ക്കിടെ പരിശോധന നടത്തിയില്ല എങ്കിൽ അങ്ങനെ ഒടുവിൽ അവൻ്റെ ഹൃദയം നശിച്ചു പോകും, ഹൃദയം ചത്തുപോകും. ഹൃദയം ചത്തുപോയാൽ പിന്നെ അതിലേക്ക് നന്മ കയറുകയില്ല. തിന്മയിൽ നിന്ന് ഒന്നുണരാൻ ഒരു ബോധം അവനൊരിക്കലും വരികയില്ല. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയുണ്ടായി, വഹലാകുൽ ഖൽബി മിൻ ഇഹ്മാലിൻ നഫ്സി വമിൻ മുവാഫഖതിഹാ വഇത്ബാഇ ഹവാഹാ. ഒരുവൻ്റെ ഹൃദയം നശിക്കുക എങ്ങനെയാണ്? നഫ്സിനെ, സ്വന്തത്തെ
സ്വന്തം ഇച്ഛയെ ഒരു നിയന്ത്രണവുമില്ലാതെ അഴിച്ചുവിടുക, അതിനെ അവഗണിച്ചു വിടുക, ദേഹേച്ഛകളെല്ലാം അനുസരിക്കുക, സ്വന്തം മനസ്സ് പറയുന്ന ആഗ്രഹങ്ങൾക്കെല്ലാം പിന്നാലെ പോവുക. ഇത് ഹൃദയം ചത്തുപോകാൻ, പിന്നീട് ഒരിക്കലും ഉണരാത്ത രൂപത്തിൽ ഹൃദയം നശിച്ചു പോകാൻ കാരണമാകും. നോക്കൂ നിങ്ങൾ, ആത്മവിചാരണ നടത്താതിരുന്നാലുള്ള വലിയ അപകടങ്ങളിൽ ഒന്നാണിത്. മറ്റൊന്ന്, സ്വന്തത്തെക്കുറിച്ച് ഉജ്ബ് ഒരുവൻ അനുഭവപ്പെടും. എന്താണ് ഉജ്ബ് എന്നാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിന്മകളെക്കാളധികം ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നതാണ് ഉജ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഞാൻ ഒരു നല്ല ആളാണ്, ഞാനൊരു കേമനാണ് എന്ന് തോന്നുക, മറ്റു പലരെക്കാളും ഞാൻ എത്രയോ മുന്നിലാണ്. സ്വന്തത്തെക്കുറിച്ച് ഒരു മേന്മ അവന് തോന്നുക, തെറ്റുകളെക്കുറിച്ച് ആലോചിക്കാതെ സ്വന്തം നേട്ടങ്ങളെക്കുറിച്ചും സ്വന്തം താൻ വലിയ സ്ഥാനമുള്ളവനാണ് എന്നും മറ്റും ഒരുവന് ചിന്തയായി പോവുക. അതുപോലെ അഹങ്കാരമുണ്ടാവുക. ഇങ്ങനെ മുഹാസബത്ത് മറന്നുപോയി ഒടുവിൽ നാളെ പരലോകത്ത് അവൻ്റെ വിചാരണ, അവൻ്റെ അള്ളാഹുവിലുള്ള ഹിസാബ് കടുത്തുപോകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പോകും. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് തേടിയിരുന്നു, അല്ലാഹുമ്മ ഹാസിബ്നി ഹിസാബൻ യസീറ, അള്ളാഹുവേ നീ എന്നെ എളുപ്പമുള്ള വിചാരണ നടത്തണമേ. എന്താണ് ഹിസാബു യസീർ എന്ന് പറഞ്ഞാൽ? അതൊരു പ്രദർശനം മാത്രമാണ്. അള്ളാഹു അമലുകൾ ഏതെങ്കിലും ഒരാളുടേത് കണിശമായി പരിശോധിച്ചാൽ അവൻ തുലഞ്ഞുപോയി, അവൻ നശിച്ചത് തന്നെ, യാതൊരു സംശയവുമില്ല. എന്നാൽ യസീറായ ഹിസാബ് എന്നാൽ കേവലം ഒരു പ്രദർശനം മാത്രമാണ്. അള്ളാഹു അതിനുശേഷം വിട്ടുകളയും, മാപ്പ് കൊടുക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മുഹാസബത്ത് നടത്തുക. ഞാൻ എന്നെക്കുറിച്ച്, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പുനരാലോചിക്കുക, ആത്മവിചാരണ നടത്തുക, അള്ളാഹുലേക്ക് ധാരാളമായി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ നടത്തി മടങ്ങുക. പ്രത്യേകിച്ച് ഇതുപോലുള്ള കാലാവസ്ഥയിൽ, ചൂട് കഠിനമാകുന്ന, മഴ കുറഞ്ഞു പോകുന്ന സമയങ്ങൾ നമ്മൾ ഓർക്കുക, അള്ളാഹുവിനോട് പാപമോചനം തേടുക. റബ്ബിനോട് പാപമോചനം തേടുക എന്നത് മഴ വർഷിക്കാനുള്ള വലിയ കാരണങ്ങളിലൊന്നാണ്. നൂഹ് അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞില്ലേ, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക. ഇന്നഹു കാന ഗഫാറ, നിങ്ങളുടെ റബ്ബ് ഏറെ പുറത്തു നൽകുന്നവനാണ്. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, സമൃദ്ധമായി ആകാശത്തു നിന്നവൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ, സമ്പത്തും സന്താനങ്ങളെയും നൽകി അള്ളാഹു നിങ്ങളെ പരിപോഷിപ്പിക്കും. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ, അവൻ നിങ്ങൾക്ക് തോട്ടങ്ങൾ ഏർപ്പെടുത്തി തരും, അവൻ നിങ്ങൾക്ക് അരുവികൾ ഒഴുക്കി തരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ധാരാളമായി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനം തേടുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി തേടിയ സന്ദർഭങ്ങളിൽ, വെള്ളിയാഴ്ച ഖുതുബകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ദുആ ചെയ്യുമ്പോൾ അവിടുന്ന് കൈകൾ ഉയർത്താറില്ലായിരുന്നു, മഅമൂമുകളും കൈകൾ ഉയർത്താറില്ലായിരുന്നു. എന്നാൽ മഴയ്ക്ക് വേണ്ടിയുള്ള ദുആയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഇരു കരങ്ങൾ ഉയർത്തുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അത്രയും അള്ളാഹുവിൻ്റെ മുന്നിൽ ഒന്നുമില്ലാത്തവരായി, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരായി, വിനയാന്വിതരായി നടത്തേണ്ട ദുആ ആണ് സലാത്തുൽ ഇസ്തിസ്ഖാഇന്, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുന്നതിനെ കുറിച്ച് വിവരിക്കുന്ന ഹദീസുകളിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ വിനയത്തോടെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒന്നുമില്ലാത്തവരെ പോലെ, ഹൃദയം നുറുങ്ങിയവരെ പോലെയാണ് അതിനുവേണ്ടി ചെല്ലുക. കാരണം അത് അത്രയും വലിയ ആവശ്യമാണ്. ഭൂമിയിലെ ജീവൻ നിലനിൽക്കാൻ അത് ആവശ്യമാണ്. അള്ളാഹു എങ്ങാനും അത് പിടിച്ചു വച്ചാൽ ഒരാളുമില്ല നമുക്കത് കൊണ്ടുവന്നു തരാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗബ ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم يا رب العالمين، اللهم اسقنا غيثا مغيثا يا رب العالمين. اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا، اللهم اسقنا غيثا مغيثا مريئا مريعا سحا طبقا نافعا غير ضار
يا رب العالمين، عاجلا غير آجل يا أرحم الراحمين. اللهم إنا نستغفرك، اللهم إنا نستغفرك، اللهم إنا نستغفرك، إنك كنت غفارا فأرسل السماء علينا مدرارا، اللهم أرسل السماء علينا مدرارا، اللهم أنبت لنا الزرع يا رب العالمين، وأدر لنا الدرع يا أرحم الراحمين. اللهم اسقنا يا رب العالمين، اللهم اسقنا يا أرحم الراحمين. اللهم إنا نسألك سقيا رحمة لا سقيا عذاب ولا سقيا غرق يا أرحم الراحمين. وصلى الله وسلم على نبينا محمد.